സാദുൽ മുസ്തഖിനിലെ കിതാബു ത്വഹാറയിലെ ബാബുൽ ആനിയ പാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വെച്ചത്. അതിലാദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാ തരം പാത്രങ്ങളും അസ്ലിയായി തൊഹൂറാണ് അല്ലെങ്കിൽ ത്വഹീറാണ്. അത് ഉപയോഗിക്കലും അതേപോലെ ഉണ്ടാക്കലുമൊക്കെ അനുവദനീയമായ കാര്യവുമാണ്. സ്വർണം വെള്ളി പാത്രങ്ങളാണ് അതിൽ നിന്ന് ഒഴിവുള്ളത്. അത് പൂർണ്ണമായും സ്വർണ്ണമാണെങ്കിലും ഇനി സ്വർണം കൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് പാച്ച് വർക്കുകൾ ചെയ്യപ്പെട്ട പാത്രമാണെങ്കിലും ശരി, അത് പാടില്ല എന്നത് പറഞ്ഞു. സ്ത്രീകൾക്കാണെങ്കിലും അത് പാടില്ല. വലൗ അലാ ഉൻസ, സ്ത്രീകൾക്കാണെങ്കിലും ശരി അത് പാടില്ല എന്നതാണ് ആദ്യ ഭാഗത്ത് നാം പഠിച്ചത്. ഇനി ആ സ്വർണ്ണപാത്രം വെള്ളിപ്പാത്രം എന്നിവ കൊണ്ട് വുദൂ ചെയ്താൽ ആ വുദൂ ശരിയാകുമോ ഇല്ലേ എന്നതാണ് അടുത്തൊരു ചർച്ച. വതസിഹു ത്വഹാറത്തു മിൻഹാ എന്നാണ് മുസന്നിഫ് ഹജ്ജാബി റഹിമഹുല്ല പ്രയോഗിച്ച പ്രയോഗം. അതായത് വതസിഹു ത്വഹാറത്തു, ശുദ്ധീകരണം സ്വഹീഹാകും, മിൻഹാ അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നിന്ന് വുദൂ ചെയ്താൽ ആ വുദൂ അല്ലെങ്കിൽ കുളി അത് സ്വഹീഹാകും. മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതാണ്. മറ്റു മദ്ഹബുകളിലും അതുതന്നെയാണ് അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടും വുദൂ സ്വഹീഹാകും എന്ന് തന്നെയാണ്. എന്നാൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് വുദൂ സ്വഹീഹാവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ആ അഭിപ്രായം അത്ര തന്നെ പ്രബലമായ ഒരു അഭിപ്രായം അല്ല. കാരണം വുദൂ ചെയ്യാൻ പാത്രം തന്നെ വേണമെന്നില്ല. വുദൂ ചെയ്യാന്നുള്ളത് പാത്രവും യാതൊരു ബന്ധവുമില്ല. ഇനി പാത്രം തന്നെ ഇല്ലായിരിക്കാം, അല്ലാതെ ഒരു വെള്ളത്തിൽ സോസ് ഉണ്ടാക്കി ആ വുദൂ മതിയല്ലോ. അപ്പം പാത്രം ഹറാമായതാണോ ഹറായതാണോ എന്നത് വുദൂഇൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. അവിടെ ഉപയോഗിക്കുന്ന ഹറാമാണ് എന്ന് പറയാം. അതുകൊണ്ട് വുദൂ സ്വഹീഹാവാതിരിക്കുന്നില്ല. വുദൂ സ്വഹീഹാവാൻ വുദൂഇൽ പഠിപ്പിക്കപ്പെട്ട ഷർത്തും ഫർളും എന്തൊക്കെയാണോ അതുണ്ടായിക്കഴിഞ്ഞാൽ വുദൂ സ്വഹീഹാകും. അത് ഉപയോഗിച്ച പാത്രം ഹറാമാണെങ്കിൽ ഒരു ഹറാമായ പാത്രം ഉപയോഗിച്ചതിന് കുറ്റം കിട്ടുമെന്നല്ലാതെ വുദൂ സ്വഹീഹാവാൻ ഒരിക്കലും പാത്രത്തിൻ്റെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തസിഹു ത്വഹാറത്തു മിൻഹാ, ആ സ്വർണ്ണ പാത്രത്തിൽ നിന്നും വെള്ളിപ്പാത്രത്തിൽ നിന്നുമുള്ള ത്വഹാറത്ത്, വുദൂ മാത്രമല്ല ശുദ്ധീകരണം, വുദൂ ആവാം കുളിയാവാം, ശുദ്ധീകരണം സ്വഹീഹാകും. ഇപ്പോൾ സ്വർണ്ണപാത്രത്തിൽ വുദൂ ചെയ്യാം. അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പ്രയോഗിച്ച പ്രയോഗമുണ്ട്. ഫതസിഹു ത്വഹാറത്തു എന്ന് പറഞ്ഞിട്ട് മിൻഹാ എന്നാണ് ഇപ്പോൾ ഇവിടെ മുസന്നിഫ് പറഞ്ഞത്. ആ പാത്രത്തിൽ നിന്ന് വുദൂ ചെയ്താൽ ശരിയാവും. അപ്പം അതിൽ നിന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മിൻഹാ വ ബിഹാ വ ഫീഹാ വ ഇലൈഹാ എന്നാണ്. അറബി ഭാഷയുടെ ഒരു സവിശേഷത കൂടിയാണ്. മിൻഹാ, ആ പാത്രത്തിൽ നിന്ന് വുദൂ ചെയ്താൽ ശരിയാവും. വ ബിഹാ, ആ പാത്രം കൊണ്ട് വുദൂ ചെയ്താലും ശരിയാവും. ഒരു പാത്രം കൊണ്ട് ചൊരിഞ്ഞിട്ട് ഒതുക്കുകയാണ്, ഒരു കിണ്ടി, അത് സ്വർണ്ണത്തിൻ്റെ കിണ്ടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചൊരിഞ്ഞിട്ടാണ് ഒതുക്കുന്നത്, അല്ല അതിൽ നിന്ന് മുക്കിയിട്ടല്ല, എന്നാലും വുദൂ സ്വഹീഹാവും. വ ഫീഹാ, ഇനി ആ പാത്രത്തിൽ ആണ് കൈയിട്ട് വുദൂ ചെയ്യുന്നത്, എന്നാലും ആ വുദൂ സ്വഹീഹാവും. വ ഇലൈഹാ, ആ പാത്രത്തിലേക്കാണ് വുദൂ ചെയ്യുന്നത്, വുദൂ ചെയ്തിട്ട് ഒഴിക്കുന്ന വെള്ളം സ്വർണ്ണപാത്രത്തിലേക്കാണ് പോണത്, എന്നാലും പ്രശ്നമില്ല. അപ്പം എങ്ങനെ വന്നാലും സ്വർണ്ണപാത്രമോ വെള്ളിപ്പാത്രമോ എങ്ങനെ ഉപയോഗിച്ചാലും അതുകൊണ്ടുള്ള ശുദ്ധീകരണം സ്വഹീഹാവുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അതിനർത്ഥം ശുദ്ധീകരിക്കാം എന്നല്ല. ആ പാത്രം ഉപയോഗിക്കൽ ഹറാം. നമ്മൾ പറഞ്ഞു ഇസ്തിഅ്മാൽ, ഇത്തിഹാദും ഇസ്തിഅ്മാലും പറഞ്ഞല്ലോ. അപ്പം ഇസ്തിഅ്മാൽ പാടില്ല. എന്നാൽ ആ ഇസ്തിഅ്മാൽ ശുദ്ധീകരണത്തിന് വേണ്ടി ആണെങ്കിൽ ആ ശുദ്ധീകരണം സ്വഹീഹാവാതിരിക്കാൻ അതുകൊണ്ട് കാരണമൊന്നുമില്ല. ശുദ്ധീകരണം സ്വഹീഹ. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം സ്വഹീഹാവും, ഒന്നും സ്വഹീഹാവും. പക്ഷെ അതിനുവേണ്ടി അവർ ഉപയോഗിച്ച വഴി ഹറാമായ ഒരു വഴിയാണ് എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അതെ, വസ്തു ഹറാമായതുകൊണ്ട് ആ വസ്തുവിന് പിന്നെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചാൽ അത് പിന്നെ ശരിയാവില്ല എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞല്ലോ പല മസാലകൾ. ഇപ്പോൾ പിടിച്ചു പഠിക്കപ്പെട്ട വസ്തു നിസ്കരിച്ചാൽ ആ മസാലകൾ നേടിയ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വസ്ത്രം അയാളുടെ അനുവാദമില്ലാതെ നമ്മൾ എടുത്തുപയോഗിച്ചു. അപ്പോൾ അയാൾ അനുവാദമില്ലാതെ വസ്ത്രം എടുക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല, ഹറാമാണ്.
അതൊത്ത് നിസ്കരിച്ചു, നിസ്കാരം ശരിയാവും ചോദിച്ചാൽ നിസ്കാരം ശരിയാവും. കാരണം നിസ്കാരം ശരിയാവാൻ അവിടത്ത് മറച്ചാൽ മതി, അവിടത്ത് മറച്ചാൽ നിസ്കാരം ശരിയാവും. എന്നാൽ അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ മുതൽ ഉപയോഗിച്ചു എന്നുള്ളത് അതിന് കുറ്റം കിട്ടും. അതുകൊണ്ട് നിസ്കാരം ശരിയാവില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പക്ഷേ അതത്ര പരിഗണനീയമായ ഒരു അഭിപ്രായമായി പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല.